പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ പലപ്പോഴും കയറി വരാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സങ്കടമാണ് സാമ്പത്തികമായ സങ്കടം. പല കാര്യത്തിൽ ഇപ്പോൾ കടങ്ങളാകാം, അല്ലെങ്കിൽ മകളുടെ വിവാഹം അടുത്ത് വരുന്നു, ഒന്നും കയ്യിലില്ല, ഒരു വീടുണ്ടാക്കണം, ഒറ്റ ക്യാഷും ഇല്ല. അങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ സാമ്പത്തികമായി ഞെരുക്കം, ടൈറ്റ് ഫിറ്റ്, കച്ചവടങ്ങൾ തകർന്നു പോയ അവസ്ഥ, അങ്ങനെ സങ്കടപ്പെടലുകൾ സാമ്പത്തിക മേഖലകളിൽ പലപ്പോഴും ഉണ്ടാകും. ഏതു മേഖലകളിലാണെങ്കിലും പ്രിയപ്പെട്ടവരെ, സങ്കടപ്പെടുന്നവർക്കൊരു സന്തോഷ വാർത്ത. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്ഭുതകരമായി ഇതൊരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് സാമ്പത്തിക സങ്കടം മാറിയിട്ടുള്ള അനുഭവം ഈ വിനീതന്റെ തന്നെ അറിവിൽ ഒട്ടനവധിയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലൈഫിൽ കൃത്യമായി പ്രോപ്പറായി നമ്മൾ ഈ അമൽ ചെയ്യാൻ തയ്യാറാണോ, ഈ ദിക്ർ ചൊല്ലാൻ തയ്യാറാണോ, അൽഹംദുലില്ലാ, അത്ഭുതകരമായി മിറാക്കിൾ ഉറപ്പായി നടക്കും. ഏതാ ഹദീസ്, ഏതാണ് ആ ദിക്ർ, തസ്ബീഹ്, നമുക്കൊന്ന് പരിചയപ്പെടാം. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ പ്രസന്റ് ചെയ്യുന്ന ഹദീസാണ്. എന്താ അവിടെ നിന്ന് പറയുന്നത്? അന്ന റജുലൻ ഖാല യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിരുസവിധത്തിൽ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഒരു സഹാബി വര്യൻ കയറി വന്നുകൊണ്ട് പറയുന്നുണ്ട്, ഇന്ന ദുനിയാ അദ്ബറത്ത് അന്നി വതവല്ലത്. അല്ലാഹുവിൻ്റെ റസൂലെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും ദുനിയാവ്, അതിൻ്റെ സമ്പാദ്യം, വരുമാന മാർഗങ്ങൾ എന്നെ കാണുമ്പോൾ റിവേഴ്സ് പോകുന്നത് പോലെ, എന്നെ കാണുമ്പോൾ വഴി മാറിപ്പോവുക, ഒരിടപാടും വിജയിക്കുന്നില്ല, സാമ്പത്തികമായ പല കാര്യങ്ങളും ചെയ്തു നോക്കുന്നുണ്ട്, ഒന്നും ഡെവലപ്പാകുന്നില്ല, എവിടെയും ഫെയിലായി പോവുകയാണ് നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സങ്കടം, സാമ്പത്തിക സങ്കടം എന്ന് പറഞ്ഞ സ്വഹാബിയോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅൈന അൻത മിൻ സ്വലാത്തിൽ മലായികതി വതസ്ബീഹിൽ ഖലായിഖി വബിഹി യുർസഖൂൻ എന്ന വാക്കാണ്. കേട്ടപാടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, ഫഅൈന അൻത മിൻ സ്വലാത്തിൽ മലായിക, മലക്കുകളുടെ പരിശുദ്ധമായ തസ്ബീഹ്, മലക്കുകളുടെ ദുആ, അതുമായിട്ട് നിനക്ക് എന്താ ഒരു ബന്ധമില്ലാത്തത്? മലക്കുകൾക്ക് പ്രത്യേകമായ ഒരു ദിക്റുണ്ട്, ഒരു തസ്ബീഹുണ്ട്, ആ ദിക്റുമായിട്ട് നിനക്ക് എന്തേ ബന്ധമില്ലാത്തത്? അതുമാത്രമല്ല, തസ്ബീഹുൽ ഖലായിഖി, മുഴുവൻ ജീവജാല സൃഷ്ടിജാലങ്ങളുടെ മുഴുവൻ തസ്ബീഹാണ്. ഈ കാണുന്ന വൃക്ഷങ്ങളുടെയും ഈ കാണുന്ന ജീവനുള്ളതിൻ്റെയും അചേതന വസ്തുക്കളുടെയും എല്ലാറ്റിൻ്റെയും തസ്ബീഹ്, ദിക്ർ, അതുമായിട്ട് നിനക്ക് എന്താ ബന്ധമില്ലാത്തത്? വബിഹി യുർസഖൂൻ, ആ തസ്ബീഹ് കൊണ്ടാണ് ഒരു ജോലിയും കൂലിയുമില്ലാതെ നടക്കുന്ന ജീവജാലങ്ങൾക്ക് പോലും ഉപജീവന മാർഗം, അന്നം കിട്ടുന്നത്, ഭക്ഷണം കിട്ടുന്നത് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുമായിട്ട് നിനക്ക് എന്താ ബന്ധമില്ലാത്തത് എന്നാണ് ചോദിക്കുന്നത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ ആവേശമായി, പടച്ചോനെ, അങ്ങനെ ഒരു തസ്ബീഹുണ്ടോ? ഉണ്ടെങ്കിൽ അത് ചൊല്ലാനും ഏറ്റെടുക്കാനും തയ്യാറാണ്. സ്വഹാബിക്ക് ആവേശമായി. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുൽ ഇൻദ തുലൂഇൽ ഫജ്രി. ഒട്ടനവധി റിവായത്തുകൾ വ്യത്യാസപ്പെട്ട് വന്നിട്ടുണ്ട്, ഹദീസുകളിൽ വേറെ റിവായത്തുകളുണ്ട്. ഈ റിവായത്തിൽ പറയുന്നത് ഖുൽ ഇൻദ തുലൂഇൽ ഫജ്രി, സുബ്ഹിന്റെ ബാങ്ക് കൊടുത്തതിന് ശേഷം, അതിൻ്റെ ബാങ്കിൻ്റെ ഇജാബത്ത് കൊടുത്തു, അതിൻ്റെ ദുആകളൊക്കെ കഴിഞ്ഞിട്ട് പരിശുദ്ധമായ സുബ്ഹിന്റെ സുന്നത്ത് നിസ്കാരം, അതാണ് യഥാർത്ഥ സമയം, സുബ്ഹിന്റെ സുന്നത്ത് നിസ്കാരോടും കഴിഞ്ഞിട്ട് സുബ്ഹി നിസ്കരിക്കുന്ന, ഫർള് നിസ്കരിക്കുന്നതിൻ്റെ ഇടയിലുള്ള ആ ചെറിയ ഗ്യാപ്പിൽ നീ പരിശുദ്ധമായ ഈ തസ്ബീഹ് പറയ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രഗത്ഭമായ അത്ഭുതകരമായ തസ്ബീഹ് പറഞ്ഞു കൊടുക്കുക. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാഹ്. നമുക്കെല്ലാം പരിചയമുള്ള ദിക്റാണ്. നമുക്കിനി പ്രത്യേകം പഠിക്കേണ്ട, സ്റ്റഡി ചെയ്യേണ്ട, അതെല്ലാം തന്നെ നമുക്ക് കവനപ്പാടാൻ അറിയാത്തവരില്ല, ചൊല്ലാത്തവരില്ല. പക്ഷേ ഈ ഒരു ടൈമിംഗ് ആണ്. സുബ്ഹ് നിസ്കാരത്തിൻ്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് അതിൻ്റെ ഫർള് നിസ്കരിക്കുന്നതിന് മുമ്പ്, സഹോദരിമാർക്ക് നിസ്കാരമില്ലാത്തപ്പോഴാണെങ്കിലോ ഇത് മുടക്കിക്കളയണ്ട, അത് കണ്ടിന്യൂ ആയി പോകാം. എന്ത് ചെയ്യണം? സുബ്ഹി ബാങ്ക് കൊടുത്തതിന് ശേഷം അൽഹംദുലില്ലാ ഒരു 100 വട്ടം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് പറയുന്നത്, മിഅത്ത മറ, ഒരു 100 വട്ടം നിനക്ക് ചൊല്ലാൻ പറ്റുമോ? അതിങ്ങനെ പതിവാക്കാൻ പറ്റുമോ? തഅ്തീക ദുനിയാ സ്വാഗിറ, ദുനിയാവ് വളരെ നിസാരനായി, എല്ലാവരും ഗൗരവത്തോടെ വലിയ കാര്യമായി കൊണ്ടു നടക്കുന്ന ദുനിയാവില്ലേ, സാമ്പത്തിക വരുമാനല്ലേ, നിന്റെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കും. നിന്റെ മുന്നിൽ വന്ന് നിന്റെ പിന്നാലെ ദുനിയാവ് വരും, സമ്പത്തും വരുമാനമൊക്കെ നിന്റെ പുറകെ വരും. നീ ഈ തസ്ബീഹ് ഏറ്റെടുത്തോളൂ എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അങ്ങനെ സ്വഹാബി മടങ്ങിപ്പോയി. സുമ്മ ആദ, അങ്ങനെ മടങ്ങിപ്പോയി. കുറേ കാലം ചൊല്ലി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ സ്വഹാബി മടങ്ങി വന്നു. മടങ്ങി വന്നിട്ട് പറയുന്ന വർത്തമാനം ഹദീസിലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന വർത്തമാനമാണ്. എന്താ സ്വഹാബി വര്യൻ പറയുന്നത്? ഫഖാല യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
ഇടപാടൊക്കെ മുടങ്ങി നബിയെ, കടങ്ങളും പ്രയാസങ്ങളും സാമ്പത്തിക വരുമാനമൊക്കെ തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് സാമ്പത്തിക സങ്കടം പറഞ്ഞ ഈ സ്വഹാബി പിന്നെ ഇത് ചൊല്ലിയിട്ട് വന്ന് പറയുന്ന വാക്കെന്താണെന്നറിയോ? അത് സങ്കടപ്പെടുന്നവർക്ക് ഏറ്റവും വലിയ സന്തോഷ വാർത്തയാണ്, പ്രത്യേകിച്ച് സാമ്പത്തിക സങ്കടം. എന്താ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത്? നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഖദ് അഖ്ബലത് അലയ്യ ദുനിയാ ഫമാ അദിരി ഐന അളഅഹാ എന്നാണ് പരിശുദ്ധ റസൂലിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഞാൻ ആ തസ്ബീഹ് വീട്ടിൽ പോയിട്ട് ദിവസവും 100 വട്ടം വീതം സുബഹിൻ്റെ നേരത്തെ ചൊല്ലാൻ തുടങ്ങി. അങ്ങനെ ചൊല്ലി ഇങ്ങനെ വന്നപ്പോൾ അത്ഭുതകരമായി എനിക്ക് സാമ്പത്തിക വരുമാനം, ഇടപാട് എല്ലാം ഡെവലപ്പാകാൻ തുടങ്ങി. ലഖദ് അഖ്ബലത്ത് അലയ്യ ദുനിയ, എൻ്റെ മുന്നിലേക്ക് നേരിട്ട് എന്നെ തേടിയിട്ട് ദുനിയാവ് വരുന്ന പോലെ, സമ്പത്തും സൗകര്യങ്ങളും എന്നെ അന്വേഷിച്ചു വരുന്നത് പോലെ. ഫമാ അതിരി ഐന അളഅഹ, ഇപ്പോൾ എനിക്ക് കിട്ടുന്ന വരുമാനവും കാര്യങ്ങളും ഇവിടെ കൊണ്ടുപോയി ഡിപ്പോസിറ്റ് ചെയ്യും എന്ന ഭയപ്പാടിലാണ് ഞാൻ ആകെ ഒരു വിഷമത്തിലാണ്. സാമ്പത്തികം എൻ്റെ കയ്യിൽ വരുന്ന വരുമാനം ഇപ്പോൾ എവിടെ വെക്കും സേഫ്റ്റി ആയിട്ട് എന്നുള്ള വിഷമത്തിലാണ് ഇപ്പോൾ ഞാൻ. ഒരുപാട് സാമ്പത്തിക വരുമാനങ്ങൾ, ബറക്കത്തുകൾ കയറി വന്നു റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വന്നിട്ട് പറയുന്നുണ്ട്. ഈ പരിശുദ്ധമായ തസ്ബീഹ് വേറെ റിവായത്തിൽ കാണുന്നുണ്ട്. ഈ തസ്ബീഹ് ചൊല്ലുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ തസ്ബീഹിൻ്റെ ഓരോ കലിമത്തിൽ നിന്നും, ഈ പരിശുദ്ധമായ തസ്ബീഹിൻ്റെ സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാഹ്, ഈ തസ്ബീഹിൻ്റെ ഓരോ കലിമത്തിൽ നിന്നും, വചനത്തിൽ നിന്നും അള്ളാഹു ഓരോ മലക്കിനെ പടയ്ക്കും. എന്നിട്ട് ആ മലക്ക് ഇങ്ങനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കും ഖിയാമത്ത് നാൾ വരെ. എന്നിട്ട് ആരു കാരണമായിട്ടാണോ ഈ മലക്കിനെ പടയ്ക്കാൻ കാരണം, ചൊല്ലിയ ആൾ, അയാൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പാപമോചനത്തിന് മലക്ക് ഖിയാമത്ത് നാൾ വരെ തേടിക്കൊണ്ടിരിക്കുമെന്ന് പ്രിയപ്പെട്ടവരെ ഹദീസിൻ്റെ മറ്റൊരു റിവായത്തിൽ കാണാം. അപ്പോൾ ആലോചിച്ച് നോക്കി, നമ്മുടെ ജീവിതത്തിൽ സങ്കടപ്പെടുന്നവർക്ക് ഇതൊരു സന്തോഷ വാർത്തയാണ്. ഒരുപാട് പേർക്ക് ഞാൻ ഈ ഹദീസ് അല്ലെങ്കിൽ ഈ തസ്ബീഹ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെയുണ്ട്. അങ്ങനെ ഒരുപാട് പേരുടെ എക്സ്പീരിയൻസ് പ്രിയപ്പെട്ടവരെ അത്ഭുതകരമായി. അതുകൊണ്ട് നമ്മൾ ഒരു യഖീനാകണം, ഒന്ന് ഉറക്കണം, നമുക്കൊരു ഉറപ്പ് വേണം. അൽഹംദുലില്ലാഹ്, ഇത് പരിശുദ്ധ റസൂലിൻ്റെ വാക്കാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അങ്ങോട്ട് ഏറ്റെടുക്കുക. സാമ്പത്തികമായി സങ്കടപ്പെടുന്ന, മൊത്തത്തിൽ സങ്കടപ്പെടുന്നവർക്ക് വലിയ സന്തോഷ വാർത്ത ഉണ്ടാകും. ഈ പരിശുദ്ധമായ തസ്ബീഹ് ചൊല്ലേണ്ട സമയം ഞാൻ പറഞ്ഞു. കഴിയുന്നവരൊക്കെ സുബഹി നിസ്കാരത്തിൻ്റെ സുന്നത്ത് നിസ്കാരം എപ്പോഴെങ്കിലുമല്ല ആ സമയത്ത് നിർവഹിക്കുക. സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ ഉടനെ ഈ തസ്ബീഹ് 100 വട്ടം അത് ചൊല്ലിയിട്ട് സുബഹിസ്കരിക്കുക. അപ്പോൾ അതിന് സമയമായിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ തയ്യാറാണെങ്കിൽ അത്ഭുതം വേറെ ആരും പറയേണ്ട, ഹദീസ് വായിക്കേണ്ട, നമുക്ക് തന്നെ എക്സ്പീരിയൻസ് ആവും. എല്ലാവർക്കും ഓർമ്മ വേണം, ദുനിയാവിൽ സങ്കടപ്പെടുന്നവർക്ക് സന്തോഷവാർത്തയായ ഈ ഹദീസ് നമ്മുടെ ഈ ക്ലാസ് അൽഹംദുലില്ലാഹ് പരമാവധി എല്ലാവർക്കും എത്തിച്ചു കൊടുക്കണം. ഗ്രൂപ്പുകളിലേക്ക് പോകണം, നമ്മുടെ കുടുംബക്കാരറിയണം, ഫാമിലി ഫ്രണ്ട്സുകളൊക്കെ അറിയണം. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ ഈ ക്ലാസ് ഒരുപാട് പേർക്ക് എത്തണം. അതിനെന്താ മാർഗം എന്നറിയൂ? 1 നമ്മൾ ഷെയർ ചെയ്യണം, 2 നമ്മൾ കമൻറ്റ് ചെയ്യണം, 3 നമ്മൾ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഒരുപാട് പേർക്ക് ഈ ക്ലാസ് ഓട്ടോമാറ്റിക്കലി പോകാൻ തുടങ്ങും. നിർബന്ധമായിട്ടും പ്രിയപ്പെട്ടവരെ ഈ ചാനൽ നമ്മൾ ഏറ്റെടുക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. അൽഹംദുലില്ലാഹ്.